ഭാഗമായിട്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. എന്താ സോന അങ്ങനത്തെ അത് വേറൊരു ചിരിയുണ്ടോ? അവൻ ഞങ്ങള് സ്കിറ്റിന് കയറുന്ന സമയത്ത് എടാ ഫസ്റ്റത്തെ ഡയലോഗ് ഏതാന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ഈ പാട്ടൊന്നും പഠിച്ചു. സോനയും പാടില്ലേ? തൊണ്ടയിൽ കിച്ച് കിച്ചായിരിക്കും. എത്ര എണ്ണം പാടിയിട്ടുണ്ടോ ടെലികാസ്റ്റ് വരാത്തല്ലയോ? ഇത് കഴിഞ്ഞപ്പോ ഞാൻ മിണ്ടാതെന്നൊക്കെ പറഞ്ഞു, നീ ഒന്ന് തന്നെ പാടാൻ പറഞ്ഞു. ഞാൻ തന്നെ പാടിയപ്പോ നേരത്തെ കണ്ടോടാ അവളുടെ വോയിസ്, ഇനി നിങ്ങൾ രണ്ടും കൂടെ പാടാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ഇവൻ പാടിയില്ലേ, തന്നെ പാടിയില്ല. അപ്പൊ എന്നെ തീരത്തു. കുട്ടാ സൈക്കിൾ ചലിക്കും, വാഴ കൊള്ളിക്കും, നീ ഇല്ലെങ്കിൽ എന്റെ ഹൃദയം നിലയ്ക്കും. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ടാ. നീ ജ്വല്ലറിയിലാണോ നിൽക്കുന്നത്? അല്ല, എന്താ കുട്ടാ അങ്ങനെ ചോദിച്ചേ? പവിഴ മുത്തുകൾ പൊഴിയുന്ന ശബ്ദം കേട്ടു. അയ്യോ, അത് ഞാൻ ചിരിച്ചതാ കുട്ടാ. ഒന്ന് രണ്ട് വിളി ഇങ്ങനെ വന്നിരുന്നു. വിളി മാത്രമേ വരുന്നുള്ളൂ, നടക്കുന്നില്ല. അതാ എഡിറ്റിംഗ് ഭയങ്കര താല്പര്യമാണ്, ഡയറക്ഷൻ ഭയങ്കര താല്പര്യമാണ്. ചെറിയ ചെറിയ വെബ് സീരീസും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ട്, അഭിനയം. ഇത് ഒന്ന് തിന്ന ഞാനിങ്ങനെ என் குறுந்தகை தமிழை தேடுகிறாய், என் பாமர மொழியில் பாடாயோ, கண்கள் பார்த்தேன் கவியானே. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. എബി സോന കപ്പിളിന് ശേഷം മലയാളി ഇത്രയധികം ഓർത്തിട്ടുള്ള ഒരു കപ്പിളാണ്. അവർ കപ്പിളല്ല, ആക്ച്വലി അവർ കോമഡി ചെയ്യുന്ന പാർട്ട്നേഴ്സാണ്. അമലും സോനയുമാണ്. ഒരു ചിരി ഇരുചിരി ബമ്പച്ചിരി ഫെയിം അവർ രണ്ടുപേരാണ് ചേരുന്നത്. നമസ്കാരം. ഭയങ്കര രസമാണ് നിങ്ങളുടെ കോമ്പിനേഷൻ. അതിൽ സോന ഭയങ്കര കുറച്ച് ഹൈ ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് താന്ന് പെർഫോം ചെയ്യും. ഇത് തുടക്കം മുതലേ ഉള്ളൊരു ഇതാണ്. അത് ചെയ്ത് വന്നപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണോ? ഇവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ ഇടയ്ക്ക് പോകുന്നൊരു കൗണ്ടർ അടിച്ചാൽ മതി? അതങ്ങനെ അതെങ്ങനെ അങ്ങനെ വന്നു പോകുന്നതാ. സ്ക്രിപ്റ്റിന്റെ ഇതിലും അങ്ങനെ രീതിയിൽ അങ്ങനെ വന്നു പോകുന്നതാ. ഇവിടെ ഭയങ്കര ഹൈ ഇതിൽ നിൽക്കുമ്പോ നമ്മള് സൈഡിൽ കൂടെ വന്നിട്ട് സ്ലോ പേസിൽ ഒരു കൗണ്ടർ അടിക്കും. എനിക്ക് കുഞ്ഞി സൗണ്ടിൽ കളിക്കാൻ അറിയത്തില്ല. ഇപ്പൊ തന്നെ സൗണ്ട് അടഞ്ഞിരിക്കുക. സ്കിറ്റ് കഴിഞ്ഞിട്ട് വന്നതാ. എനിക്ക് ഇങ്ങനെ മയത്തി കളിക്കാൻ അങ്ങനെ അറിയത്തേ ഇല്ല. ഇപ്പൊ ഇന്ന് കളിച്ച സ്കിറ്റ് ഇങ്ങനെ പോണ സ്കിറ്റാന്ന് എല്ലാരും ഞെട്ടിയിരിക്കുന്നു. ഞാൻ ഒച്ചത്തി അലറിക്കൂവി പറയുന്ന സ്കിറ്റാണ് പൊതുവെ ഉള്ളത്. നമുക്ക് നോർമലി ഭയങ്കര ഒച്ചയുള്ള ഇതാണ് സ്കിറ്റാണ്, ഹൈപ്പർ ആക്റ്റീവ് സ്കിറ്റുകളാ. പക്ഷെ ഇപ്പൊ കഴിഞ്ഞത് കുറച്ച് ലോ പേസിൽ പോകുന്നതാ. അപ്പൊ അത് ഭയങ്കര ഒന്ന് രണ്ടെണ്ണം മാത്രം ഇങ്ങനെ ഒരു മയത്തിലൊക്കെ പോകുന്നത്. ഈ ഉർവശി ലൈറ്റ്, കൽപ്പന ലൈറ്റ് എന്നൊക്കെയുള്ള കമന്റുകൾ കാണാറുണ്ടല്ലോ, അത് കാണുമ്പോൾ എന്താ തോന്നാറ്? കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും അവരുടെ ഒപ്പം ഒന്നും എത്തത്തില്ല, അവർക്ക് പകരമാവത്തും ഇല്ല. പക്ഷെ നമ്മുടെ അഭിനയം കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മുഖം കാണുമ്പോഴോ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അവർ കുറവ് നികത്തും എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു പ്രതീക്ഷയിൽ നമുക്കൊരു സന്തോഷം. അങ്ങനെയൊക്കെ എത്തിച്ചേരാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് എൻ്റെ ഒരു പ്രാർത്ഥനയും കൂടെ കൂട്ടത്തിൽ. നിങ്ങളുടെ ഒരു സ്റ്റേജിൽ ചെറുപ്പം മുതലേ പെർഫോം ചെയ്യുമായിരുന്നു? അതോ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ആളുകളായിരുന്നോ? ഞാൻ കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുന്ന ടൈമില് മറ്റേ സുരാജന്റെ ഒക്കെ സ്കിറ്റ് ഇല്ലേ, അത് ഓൺ വോയിസ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ കൂട്ടുകാരനും കൂടെ. അത് ലൈവായിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അല്ലാതെ വലിയ ഇതൊന്നുമില്ല. പിന്നെ പാട്ട് കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ ഉള്ളു. സ്കിറ്റ് തോരണം മാത്രമേ പണ്ട് കുഞ്ഞിലെ ചെയ്തിട്ടുള്ളൂ. ഇതുപോലത്തെ ഇത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ. സോന ചെയ്യായിരുന്നു സ്കിറ്റ്? ഞാൻ സ്കിറ്റ് ഒരു സംസ്കൃതത്തിന്റെ നാടകം ചെയ്തിട്ടുണ്ട് പണ്ട് സ്കൂളിൽ. ഒരെണ്ണം അവിടെ നിർത്തി. അല്ലാതെ ഞാൻ വേറെ ഒന്നും അങ്ങനെ സ്കൂളിൽ നിന്ന് ചെയ്തിട്ടില്ല. എല്ലാ ഡയലോഗും ഓർമ്മയുണ്ടോ സംസ്കൃതത്തിലത്തെ? അതൊക്കെ പണ്ടല്ലോ. ഇന്ന് ചെയ്ത സ്കിറ്റിന്റെ ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോകുന്ന സാധനങ്ങളില്ലേ, അതായത് അതല്ലാന്ന് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നതല്ല, അതിലേക്ക് നമുക്ക് കിടക്കാം. ഈ
മനഃപൂർവ്വം തെറ്റി പറയുന്ന സാധനമല്ല. അതിൽ പോലീസുകാരനും കാമുകിയും സ്കിറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ പറയുന്ന ഒരു സാധനമാണല്ലോ, എടി കള്ളപ്പന്നി, എടി കള്ളിപ്പെണ്ണെ, അങ്ങനെ തിരിഞ്ഞു പോകുന്ന സാധനങ്ങളല്ലേ. ഇതില് ഗ്രൂമേഴ്സിന്റെ എത്ര മാത്രം പങ്കുണ്ടാവും, അല്ലെങ്കിൽ ഇത് നിങ്ങൾ തന്നെയാണോ ആ ഡയലോഗ്സിന്റെ ഒക്കെ ഒരു പിന്നില്? അത് ഗ്രൂമേഴ്സിന് വലിയ പങ്ക്. നമ്മൾ ഇരുന്ന് എഴുതുമ്പോ നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ സാധനം പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് കൊള്ളാമെങ്കിൽ എന്നാ അതെടുത്തോ, ഗ്രൂമർ പറയും. ഇല്ലെങ്കിൽ എടാ അത് വേണ്ട, അത് പോകത്തില്ല, എടുത്തോ. മെയിൻ പങ്ക് ഗ്രൂമറിനാ. ഡയലോഗ് തെറ്റിപ്പോകുന്ന അവസരങ്ങൾ എങ്ങനെയാ? തെറ്റിപ്പോകുന്ന ടെൻഷൻ കാരണം നമ്മള് ഇപ്പൊ നമ്മുടെ സ്കിറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്റേതോ നിന്റേതോന്നും ഇല്ല, നമ്മുടെ സ്കിറ്റ് എന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവനും അതെ, ഇവനും അത് കൊളവാക്കാൻ നോക്കത്തില്ല, ഞാനും കളയാൻ നോക്കത്തില്ല എന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. തെറ്റിപ്പോയാൽ പോലും ടെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തെറ്റിപ്പോയാൽ വലിയ കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ പോകും. പക്ഷെ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും, കാരണം ചിലപ്പോ ഇപ്പം തെറ്റിപ്പോയിട്ടാണ് ചിലപ്പോ, അല്ലെങ്കിൽ തെറ്റിപ്പോയിട്ടായിരിക്കത്തില്ല, ചിലപ്പോൾ 15 അങ്ങനെ നമ്മളെ മൈൻഡിൽ ചിലപ്പോ അത് തെറ്റിയോണ്ടായിരിക്കുമോ, അങ്ങനെ ഒരു ഇത് കിടക്കും. അങ്ങനെ ഒരു വിഷമമൊക്കെ കണ്ടു. ഈ അരി പെറുക്കുന്ന സീനുകൾ ഉണ്ടാവാറുണ്ടോ? ഡയലോഗ് എത്ര പറഞ്ഞിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല, അങ്ങോട്ട് കിട്ടുന്നില്ല, അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവാറുണ്ടോ? പ്രാക്ടീസ് വരെ കാണും, പക്ഷെ ഫ്ലോറിൽ ബാഹ്യം കൊണ്ട് വരാറില്ല, അത്രയും ഭയങ്കരമായിട്ട് വരാറില്ല. ചിലപ്പോ നാക്ക് കൊടുക്കും, അത്രേ ഉള്ളൂ. നാക്ക് കൊടുക്കും, അത് നമുക്ക് ടെൻഷനാ. അല്ലാതെ അത്ര അരിവറക്കുന്ന ഇത് അതായത് തലേദിവസം വരെ അങ്ങനെ ആയിരിക്കും, പ്രാക്ടീസിനും അങ്ങനെ ആയിരിക്കും, അരി പുറത്തോണ്ടിരിക്കും. പിന്നെ അങ്ങനെ എത്ര ശ്രമിച്ചിട്ടും വീഴാത്ത ഡയലോഗുകൾ വല്ലതും ഓർമ്മയുണ്ടോ ഏതെങ്കിലും സ്കിറ്റിന്റെ? മറ്റേ പോലീസുകാരൻ്റെ അച്ഛൻ്റെ മറ്റേ വാലന്റൈൻസ് ഡേ സ്കിറ്റിന്റെ നിന്റെ അച്ഛൻ, അയ്യോ അത് ഇപ്പോഴും കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ മറ്റേ അഷ്ടമുടി അയ്യോ അതെന്നതായിരുന്നു, 4 കുങ്കിയാനകൾ ഒരുമിച്ച് വലിച്ചിട്ട് പോലും അനങ്ങാത്ത അഷ്ടമുടി അകേഷ് എന്ന ഒറ്റ കൊമ്പനെ നിങ്ങൾ ഒറ്റ മറിച്ചിട്ട് അതിന്റെ പുറത്ത് കയറി വീണ്ടും പെണ്ണുങ്ങളെ വായി നോക്കിയ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ ഒരു രസത്തിന് വിഷ്ണു ചാൻ ഇട്ട് തരുന്നതാ. പക്ഷെ നമ്മള് കാരണം അത്രയും അത് കോഴിത്തരം, അതായത് ഭർത്താവ് കോഴിത്തരം, ആ സ്കിറ്റാ സ്പീക്ക് അത്രയും അത്ര ഇതാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട്. അതിൽ തന്നെയല്ലേ ലോകത്തെ ഏറ്റവും വലിയ കോഴി നിങ്ങളാ? സോറി, ലോകത്തിലെ 1-ാം നമ്പർ കോഴി, സോറി കാർത്തികേ, 2-ാം നമ്പർ കോഴിയാണ് നിങ്ങൾ എന്ന് പറയുന്ന സാധനം. അത് കഴിഞ്ഞിട്ട് കാർത്തിക് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അപ്പൊ പറയുന്നതന്നെ അതൊക്കെ വഞ്ചി ചേച്ചി ഭയങ്കര ഇഷ്ടം. അപ്പൊ തന്നെ വഞ്ചി ചേച്ചി കാർത്തികേടൻ ഭയങ്കര ചിരിയാടി. അല്ല, തിരിച്ച് സ്കിറ്റ് കഴിഞ്ഞിട്ട് ടണൽ വഴി പോകുമ്പോ എനിക്കിട്ടൊരെണ്ണം തന്നല്ലേ എന്ന് ചോദിച്ചിട്ടേ വിടത്തുള്ളൂ. ഈ ഇപ്പൊ നമ്മള് ഒരു കാര്യം ടൈമിങ്ങിന് വന്ന് വീണില്ലെങ്കിലേ പിന്നെ തമാശ ഭയങ്കര ദുരന്താണല്ലോ. അങ്ങനത്തെ അവസ്ഥ ഇട്ടിട്ടുണ്ടോ? പിന്നെ അത് കുറവാന്ന് തോന്നുന്നു. അങ്ങനെ മീറ്റർ മാറിപ്പോയത് കുറവാ. ഒന്നേ നമ്മൾ മറന്നു പോകും, ഒറ്റ ട്രിപ്പിൽ അങ്ങ് പോകത്തുള്ളൂ. അല്ലാതെ മീറ്റർ മാറിപ്പോയി വലിയുന്നത് കുറവാ. ഈ അടി ചെയ്ത് വെച്ചിട്ടേ അത് വീഴാണ്ടാവുമ്പോ നമ്മൾ പിന്നെ ഓവർ ആയിട്ട് തന്നെ ചെയ്യൂലോ. അതായത് ഒരു സാധനം നമ്മൾ സാധാരണ എല്ലാം ടെൻഷൻ കൊണ്ട് എങ്ങനെയെങ്കിലും അതൊന്ന് ഒപ്പിക്കാൻ നോക്കും, ടെൻഷൻ അതും വരില്ല. ചിരി വന്നില്ലെങ്കിൽ പിന്നെ ഡൗണാ. നമുക്ക് കേൾക്കാൻ പറ്റും, ഒരു അളവിനൊരു ചിരി കേൾക്കാൻ പറ്റും. നമ്മൾ പ്രതീക്ഷിക്കും ഇന്നതിനൊക്കെ ചിരിക്കും, ചിരി ഉണ്ടാകും എന്നൊക്കെ. പക്ഷെ നമ്മൾ കളിക്കുമ്പോൾ അവിടെ ചിരി വന്നില്ലെങ്കിൽ നമ്മള് പക്ഷെ നമ്മൾ കളിക്കുന്നുണ്ടായിരിക്കും, പുറത്ത് കാണുമ്പോൾ അത് ടോട്ടലി ഡൗൺ ആവും. ഈ ചിരി പ്രതീക്ഷിച്ചിട്ട് ചിരി വീണില്ല, എന്നാൽ വീഴാത്ത സ്ഥലത്ത് പ്രതീക്ഷിക്കുന്ന സമയത്ത് ഭയങ്കര ചിരി വീഴുന്നത്, അങ്ങനത്തെ ഐറ്റം വല്ലതും ഉണ്ടോ? നമ്മള് സ്കിറ്റ് കിട്ടി കഴിയുമ്പോഴേ നമ്മള് പുറത്ത് ഒരുമാതിരി നമുക്കിപ്പം കുറച്ച് പേരുണ്ടല്ലോ, ടീമുണ്ട് നമ്മുടെ, എല്ലാരും ഒരേപോലെ നമുക്ക് ഫാമിലി പോലെ അല്ലേ. അപ്പൊ നമുക്ക് സ്കിറ്റ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ അവരെ പോയി ഇങ്ങനെ കളിച്ച് കാണിച്ചു കൊടുക്കും. അപ്പൊ ഇവര് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചിരിക്കും. അപ്പൊ നമ്മള് നോട്ട് ചെയ്ത് വെക്കും നമ്മുടെ ഇവിടെ ചിരി വരും, ഇവിടെ ചിരി വരും, ഇത് നല്ലതാണെന്നൊക്കെ ഓർത്ത് വെച്ചിട്ട് നമ്മൾ ഫ്ലോറിൽ പോയി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യം ഇവര് ചിരിച്ചതിന് ചിരി വരും, എന്നൊരു പ്രതീക്ഷിക്കാത്തതിന് ചിരി വരും. അപ്പൊ നമുക്കൊരു ഇത് കയറും, അപ്പൊ നമ്മൾ അടുത്തത് അതിന്റെ പവറിൽ കൊടുക്കും. ഭയങ്കര ഒരു എനർജിയാ കളിക്കാൻ ഒരു സുഖം. ഈ മഞ്ജു ചേച്ചി ഈ ബസർ അടിച്ച് കഴിഞ്ഞിട്ടുള്ള ആ സമയം ഉണ്ടല്ലോ, അപ്പൊ തൊട്ട് ശരിക്കും ഈ ടെൻഷൻ, ആ ബസറിന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ടെൻഷൻ തുടങ്ങുക? ബസറിന്റെ സൗണ്ട് നമ്മൾ കേൾക്കില്ല, മറ്റേത് നമുക്ക് ചിരി, ഫ്ലോർ മൊത്തം ചിരിയാണെങ്കിൽ നമുക്ക് ഭയങ്കര എനർജിയാ. നമ്മള് അത് വേണമെങ്കിൽ കുറച്ച് പതുക്കെ കളിച്ച് കയറ്റാൻ നോക്കും. നമുക്ക് ഉദ്ദേശിച്ചത് ചിരി കിട്ടിയില്ലെങ്കിൽ
നമ്മള് പതിയെ പിന്നെ എങ്ങനെയും തീർത്താ മതി എന്നുള്ളതായിപ്പോ അങ്ങനെ ടെൻഷൻ ആയിട്ടുണ്ട്. ഈ ഇപ്പോൾ സ്കിറ്റിനകത്ത് തന്നെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും നിങ്ങളെക്കാളൊക്കെ ഏജിന് ഒരുപാട് മേലെയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ വയസ്സായ അമ്മൂമ്മ അതൊക്കെ അതിൻ്റെ വോയിസ് പിടിക്കാന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. ഇപ്പം മൂത്ത മോൾക്ക് കാലടിയിലെ മണ്ണ് കൊടുത്തു, അപ്പോൾ പറയില്ലേ കാലടിയിലെ മണ്ണില്ലാണ്ട് അവൻ എയറിലാണ്. അപ്പോൾ ആ മോഡുലേഷനൊക്കെ അത് കറക്റ്റ് ചെയ്യുന്നത് ശരിക്കും ആരാ? നമ്മളിന്റെ കയ്യിൽ അതൊക്കെ പറയും അത് നീ തീരെ ഇത് ചെയ്യണ്ട, കുറച്ച് മോഡുലേഷൻ കൊടുത്താൽ മതി. തീരെ ഇത് ചിലപ്പോൾ ഡയലോഗ് അവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. കൃഷ്ണേട്ടൻ പറയും നീ കുറച്ചൊന്ന് കുറച്ചിട്ട് നിന്റെ വോയിസ് പകുതി വേണം, അതുപോലെ തന്നെ കുറച്ച് ഏജ് ആയെന്ന് തോന്നിക്കണം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറയും. ഓക്കെ ഓക്കെ. ഈ ഒരു ചിരി ഇരുചിരി പെമ്പച്ചിരിയിൽ ഞാൻ എന്തെങ്കിലും നേടി എന്നൊക്കെ തോന്നുന്ന പോലത്തെ ഒരു മൊമെന്റ് പറയാൻ ഏത് പറയും? നേടി എന്നുള്ളതല്ല, പക്ഷെ നമുക്കൊരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നാട്ടിലോട്ടൊക്കെ ഇറങ്ങി നടക്കുവാണെങ്കിലും പണ്ട് കൊച്ചു പോകുന്നു എന്നുള്ള ഇതിലായിരുന്നെങ്കിൽ ഇപ്പോൾ അയ്യോ കൊച്ച് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എത്തി നമുക്ക്. പക്ഷെ അത്ര ഇതൊന്നും വേണ്ട എങ്കിൽ കൂടെ എല്ലാവരുടെയും ഒരു കണ്ണുണ്ണിയായി മാറിയ പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. നേരിന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ റിലേറ്റീവ്സ് ഈ ഒരു സർക്കിളില് എനിക്കൊരു ചേട്ടനുണ്ട്. ഞാനും ചേട്ടനൊക്കെ നോർമലി ഇപ്പൊ എല്ലാരെ പോലെ തന്നെ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു തന്നെ. അപ്പം നമ്മുടെ ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ആരും വലുതായിട്ട് ഇതൊന്നും ഇല്ലാത്ത രീതിയാണ്. പക്ഷെ ഇതിന് വന്നതിന് ശേഷം അവരിങ്ങോട്ട് വിളിക്കാൻ, അതായത് കല്യാണത്തിനാണെങ്കിലും പാലിയേഷന് ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. അവർ വരുന്നേ പറ്റുമോ നിങ്ങളല്ലാതെ അങ്ങനത്തെ രീതിയിലായി. അപ്പം അഥവാ അവിടെ പോവാണെങ്കിൽ എല്ലാവരും വിളിച്ചു കൂട്ടും, ഇതാണ് ഇന്നാള്, അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നേടി എന്നുള്ളത്. ഈ മറ്റേ താജ്മഹലിന്റെ മുമ്പിലത്തെ സ്കിറ്റില്ലേ, ആ പ്രോപ്പർട്ടിയുടെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? എന്തോ പേരുണ്ടല്ലോ, മറന്നുപോയി. കാതില് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി വെക്കുന്നതാ. അത് ശരിക്കും എവിടുന്ന ഐഡിയ കിട്ടിയത്? അങ്ങനെ വിഷ്ണു ചേട്ടന് റീൽ കണ്ട് ഒരു കുട്ടി പാട്ട് പാടുമ്പോ ഇങ്ങനെ അപ്പൊ അത് കണ്ടിട്ട് എന്തോ അതെ, സ്കിറ്റിനിടയ്ക്ക് കയറ്റിയതല്ല, അത് വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തപ്പോഴും അതുണ്ടായിരുന്നു കയ്യില്. ഈ ടൈമിങ് അപ്പൊ എങ്ങനെയാ? ചിലതിന് ദേഷ്യം കാണിക്കുമ്പോ ഇത് പൊന്തും, ചിലതിന് സന്തോഷം കാണിക്കുമ്പോ ഇത് പൊന്തും. ആദ്യം പറയും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടണതാണ്. പിന്നെ ഫ്ലോറില് പിന്നെ മഞ്ചേച്ചി മറ്റേ ഐ ലവ് യു ഒക്കെ പറയുമ്പോ ഇത് പിന്നെയും ചെയ്തൂല്ലേ? അത് ശരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബോധമില്ലായിരുന്നേ. ഇങ്ങനെ നിൽക്കുന്ന കഴിഞ്ഞിട്ടേ നമുക്ക് നമ്മൾ നോർമൽ ആയിട്ടില്ല. ആ ഒരു ടെൻഷനിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മഞ്ചേച്ചി ഇങ്ങനെ പറഞ്ഞു, പകുതി കേൾക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് എനിക്ക് പറഞ്ഞ് ഇടയ്ക്ക് എത്തിയപ്പോഴാണ് എനിക്ക് ആദ്യത്തെ എന്റെ എക്സ്പ്രഷൻ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അത് ശ്രദ്ധിച്ചറിയാം. പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ദൈവമേ ഇത് തന്നെ സംഭവം. അപ്പോഴാണ് എനിക്കൊരു സന്തോഷമൊക്കെ വന്നു തുടങ്ങി. എന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണോ അത് വെച്ചിട്ട് എന്നുള്ളത് ഞാൻ അങ്ങനെ കാണിച്ചേ ഉള്ളൂ. ഒരുപാട് ആൾക്കാരുടെ ഒരു തെറ്റായ ധാരണ എന്ന് വെച്ചാൽ സോന സ്കൂളിൽ പഠിക്കാന്നാ. അതെ, കുറെ പേരൊക്കെ 8ാം ക്ലാസ് 10ാം ക്ലാസ്. അത് തെറ്റായ ധാരണ. ശരിക്കും സോന ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ. ഞാൻ BA എക്കണോമിക്സ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ കോളേജ് പോക്ക് ഇതിന്റെ ഇടയിൽ എങ്ങനെ മാനേജ് ചെയ്യും? വലിയ ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. ഇപ്പൊ കോളേജിൽ പോയിട്ട് ഞാൻ 1 മാസം എന്തായെന്ന് തോന്നുന്നു. ഞാൻ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട്, ബമ്പർ ചിരിയുടെ ഷൂട്ട്, പിന്നെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പൊ അങ്ങനെ പോയി ഇപ്പൊ ഈ മാസത്തിൽ എനിക്ക് 6 ദിവസം എന്തോ 6 ദിവസം ഉണ്ടോ എന്നറിയത്തില്ല. 6 ദിവസം എന്താ പോയിട്ടുള്ളൂ ആകെ കോളേജ്. മാവേലി വിളിപ്പേരപ്പോ? ഓ എങ്ങനെ മനസ്സിലായി? സാധാരണ അങ്ങനെയാണല്ലോ. ആണാണ് മാവേലി വിളിക്കാറുണ്ട് കുറെ പേര്. ഞാൻ പഠിക്കുന്ന കോളേജിലായിരുന്നു ഉണ്ണിമൂതം പഠിച്ചോണ്ടിരുന്നത്. ഞങ്ങളുടെ കോളേജിലും ആരോ പഠിച്ചിട്ടുണ്ടല്ലോ, കിട്ടുന്നില്ല. ആരോ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നേക്കാം. അപ്പൊ ഉണ്ണിമൂതൻ ഇങ്ങനെ ഇതുപോലെയാണ് വരിക, വല്ലപ്പോഴൊക്കെ വരിക. അപ്പൊ മാവേലി വരുന്നവരെ പുള്ളി വരും നമ്മൾ പറയായിരുന്നു. അതുകൊണ്ട് വെച്ച് പഠിച്ചതാ. അപ്പൊ ഈ ടീച്ചർമാരും മറ്റേ HOD-മാരൊക്കെ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാ? അവര് സപ്പോർട്ടാണ്. പിന്നെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഇതില്ലല്ലോ. പ്രോഗ്രാമിന് പോകുന്നതും സ്കിറ്റ് ചെയ്യുന്നതും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ട് എല്ലാവർക്കും. പക്ഷെ ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസിന്റെ ഒക്കെ പ്രശ്നം വരുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പോകുന്നു. അമ്മനെങ്ങനെയാ? ഞാൻ കോളേജിൽ ഞാൻ ചേർന്നിട്ടില്ല സത്യം പറഞ്ഞ. കോളേജിൽ പോകേണ്ട കാര്യമല്ലേ, സെയിം ഏജ് ഇത് തന്നെയാണ്. സെക്കൻഡ് ഇയർ അല്ലേ? സെക്കൻഡ് ഇയർ കഴിക്കേണ്ട പ്രായം തന്നെയാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് നേരെ ഞാൻ +2 കഴിഞ്ഞ് ബാംഗ്ലൂർ ഒരു കോളേജിൽ അനിമേഷന്
സീറ്റ് ബുക്ക് ചെയ്തു, 25,000 രൂപ കൊടുത്ത് സീറ്റ് ബുക്ക് ചെയ്തിട്ട് അടുത്ത ആഴ്ചയാണ് ഇവിടെ നിന്ന് കോൾ വന്നത്. മഴവിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ റീൽസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടാ. അപ്പൊ എന്റെ 25,000 അവിടെ പോയി. ഞാൻ ഇവിടെ നേരെ വന്നു, അങ്ങോട്ട് പോയില്ല. 50,000 അടിച്ചോ? അങ്ങനെ ഇപ്പം +2 കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാ വന്നത്. പിന്നെ അനിമേഷനിലോട്ട് പോയില്ല, ഇനി പോണം അങ്ങോട്ട് കോളേജ് ചേരണം. നമ്മൾ എപ്പോഴും സോനനെ കാണുമ്പോൾ പറയുന്ന ആ കാര്യമാണ് ഈ ഉർവശിയുടെ ചായ, പിന്നെ കൽപ്പനയുടെ ചായ, അഭിനയത്തിലും പ്രകടനത്തിലും ഒക്കെ. എപ്പോഴെങ്കിലും ഉർവശി ചേച്ചിയുടെ അടുത്തോ അല്ലെങ്കിൽ കൽപ്പനയായിട്ട് റിലേറ്റ് ചെയ്തപ്പോൾ അവരുടെ മക്കളൊക്കെ ഉണ്ടല്ലോ ആക്റ്റീവായിട്ട്, അവരുടെ അടുത്തോ ഇങ്ങനെ സംസാരിക്കാനോ ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഉർവശി ചേച്ചിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ബമ്പർച്ചിരിയുടെ തന്നെ ഉത്സവം, ബമ്പർച്ചിരി ആഘോഷം, അതിന് ഉർവശി ചേച്ചി ഫ്ലോറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉത്സവമാണല്ലോ. അപ്പൊ അതൊരു ഉത്സവമാണല്ലോ. അങ്ങനെ വന്ന സമയത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് വായി വന്ന് അപ്പൊ അങ്ങനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അല്ലാതെ സംസാരിച്ചോ അപ്പൊ അന്ന്? ഇല്ല. ഉർവശിക്ക് അറിയോ? ഉർവശിക്ക് അറിയോ അങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടോ? ഇല്ല, എനിക്കറിയത്തില്ല. മഞ്ജുച്ചോട് ചോദിക്കായിരുന്നില്ലേ? അത് അവരൊക്കെ ഫുൾ ബിസി അല്ലേ, മറ്റേ ആഘോഷമല്ലയോ, ഓഡിയൻസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, അവരവിടെ നിൽക്കുന്നു. നമുക്ക് ഞാൻ ഉർവശിച്ചൊരു ഡയലോഗ് പെർഫോം ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് തുടങ്ങാം. ഓക്കെ. ഞാൻ എന്നും ടൈപ്പിൽ പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ വന്നിട്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. ഒരു ദിവസം അഷ്റഫ് എന്നോട് ചോദിക്കുക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സാധനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് നോക്കുമ്പോ എന്താ ഒരു കത്ത്. കരണക്കുറ്റി നോക്കി പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട, കത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയണ്ടേ. പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ്. ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ, പിന്നെങ്ങനെ വേണ്ടെന്ന് പറയുന്നേ. എന്റെ അയാളുടെ വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു. അയ്യോ, ഞാൻ നേരത്തെ ചെയ്ത, എനിക്ക് അതിന് ഇച്ചിരി ഒരു ഓർമ്മയുള്ളൂ. ഇത് ഞാൻ ഡയലോഗ് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. എനിക്ക് അതേപോലെ എക്സ്പ്രഷൻ അങ്ങനെ കണ്ടിട്ട് ശരിക്കും അറിയത്തില്ല. ചെയ്യുമ്പോ ഇവര് സാമ്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോ ഞാൻ ഓർക്കുവേ, എന്നാ അത് അങ്ങനെ ഒന്ന് വെച്ച് നോക്കി ട്രൈ ചെയ്താലോ എന്ന് ഓർക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ ശരിക്കും അറിയത്തില്ല. ഞാൻ ഒരു ഡയലോഗ് കേട്ടാൽ എപ്പോഴും എന്റെ രീതിയിലേ പറയത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ സ്കിറ്റ് ആണെങ്കിൽ പോലും വിഷ്ണു ചേട്ടൻ ഒരു ഡയലോഗ് വന്നിട്ട് നമ്മൾ പറയുന്നത് നീ നിന്റെ രീതിക്ക് പറയാം. ചിലത് ക്യാരക്ടർ പിടിക്കണമെങ്കിൽ മാത്രം ആ ആളുടെ ക്യാരക്ടർ പറയാന്ന് പറയും, അല്ലെങ്കിൽ പറയും നീ നിന്റെ രീതിക്ക് പറ എന്ന് പറഞ്ഞിട്ട് ഓരോ സംഘം ഇവനോട് കൊടുക്കുമ്പോഴും നീ പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞിട്ട് അവന്റെ രീതിക്ക് അഡാപ്റ്റ് ആണെങ്കിൽ അങ്ങനെ ഉള്ള രീതിയിലാണ് എടുക്കുന്നത്. സ്വന്തമായിട്ട് എടുക്കുന്നത്. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ പറയുമ്പോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിഞ്ച് കാമുകനും കാമുകിയുടെയും ഒരു അല്ലല്ല, ഞാനത് അല്ലാതെ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിനേക്കാളും എനിക്കിഷ്ടം ഈ പോലീസുകാരനും കാമുകിയാണ്. അത് കാമുകിയാണെന്ന് ഏറ്റവും അവസാനമാണ് മനസ്സിലാവും. അത് ഭയങ്കര ഡിസ്റ്റായിരുന്നു. അതെ, നമുക്ക് സ്കിറ്റ് വന്നപ്പോ ക്ലൈമാക്സ് ആയിരുന്നു പെട്ടെന്ന് നമ്മൾ ഭയങ്കര നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമാക്സ് ആയിരുന്നു അതിന്റെ. ഈ അമല 1-2 സ്കിറ്റുകളിൽ ഈ എന്തിനെങ്കിലും ഉള്ളിലേക്ക് വീഴുന്നത് ഉണ്ടാവുമല്ലോ. ഇപ്പോ തള്ളിയിടുന്നത് സോന തള്ളിയിടുന്നു, അമല വീഴുന്നു. ഈ കിണറിക്ക് വീഴുന്നതുണ്ട്, പിന്നെ അമ്മാമ്മയായിട്ടിരിക്കുന്ന സമയത്ത് ഈ വിൻഡോയിലൂടെ വീഴുന്നതുണ്ട്, പിന്നെ വീഴ്ചയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, അത് തന്നെയാണ് വീഴ്ച. ഈ അത് കറക്റ്റ് ടൈമിങ്ങിന് അതിൻ്റെ ഉള്ളിൽ കൂടെ വീഴണ്ടേ നമ്മള്. അതിന് എത്ര പ്രാക്ടീസ് ഉണ്ടാവും? സത്യം പറഞ്ഞാൽ അത് ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ലല്ലോ. സാധാരണ അതാണ് വെച്ചാൽ ഒരിക്കലെങ്കിലും പ്രാക്ടീസ് നോക്കണം, എന്തെങ്കിലും പറ്റുന്നുണ്ടോ വീഴുന്നുണ്ടോന്ന്. അപ്പൊ അന്ന് അതിന്റെ തലേ ദിവസം പ്രാക്ടീസ് ചെയ്ത് കാണിക്കും. അപ്പം ഡയറക്ടറുടെ ഫ്രണ്ടിൽ നമ്മളൊന്ന് കളിച്ച് കാണിക്കണം. അപ്പൊ ഞാനിങ്ങനെ പറയുന്നുണ്ട്, പ്രോപ്പർട്ടി ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇവിടെ ഒരു കിണറുണ്ട്, അവസാനം ഇവിടെ ഇങ്ങനെ തള്ളിയിടും. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, കളിച്ചൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്, കിണർ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ആ പ്രോപ്പർട്ടി എഴുതുന്ന ചേട്ടന് ദീപു ചേട്ടൻ എന്നാ പേര്. അപ്പോൾ ദീപു ചേട്ടൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി സ്കിറ്റും കാണുന്നുണ്ട്, എഴുതുന്നുണ്ട്. അപ്പം അവസാനം ഞാൻ ഡയറക്ടറോട് പറഞ്ഞ് അവസാനം കിണറ്റിൽ വീഴുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഒരുമാതിരിയായി. കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാന്ന് പറഞ്ഞു, നീ കിണറ്റിൽ വീഴുന്ന കാര്യം പറയാത്തെന്താ, എന്താ നാളെ നീ എങ്ങാനും വീണ് കോമാ സ്റ്റേജിലായി ഞാൻ ആരോട് സമാധാനം, അകത്ത് ബെഡ് എന്തെങ്കിലും ഇടണം, അത് ഞാൻ പറഞ്ഞില്ല. അവസാനം പെട്ടെന്ന് നിന്ന നിപ്പില് ഒരു നോർമൽ ഒരു ബെഡ് പോലത്തെ ഒരു സാധനം അതിൻ്റെ അകത്തിട്ട് അതും കൂടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവസാനത്തെ സ്കിറ്റ് ആയിരുന്നു തന്നെ. അത് വീണു, എങ്ങോട്ടാ വീണത്, പിടിക്കാനൊന്നും ഇല്ലല്ലോ, നമ്മൾ പിടിക്കാൻ നോക്കത്തില്ലല്ലോ.
എന്തോ ഭാഗ്യത്തിന് അത് ചേട്ടൻ അന്ന് എന്നുള്ള സമാധാനത്തിലാട്ടോ ഞാനും ആ തള്ളു കൊടുത്തു. അതല്ല അതിനെക്കാട്ടിലും വലിയ കോമഡി. സ്കിറ്റ് കഴിഞ്ഞ് ജഡ്ജ്മെന്റ് നിൽക്കുക. അപ്പം ഇവിടെ ഭയങ്കര വേദന, നെറ്റി ഭയങ്കര വേദന. അപ്പം ഞാൻ പറഞ്ഞ ഭയങ്കര വേദനയായിരിക്കുന്നു. അപ്പം എല്ലാരും മഞ്ജു ചേച്ചിയൊക്കെ പറഞ്ഞു നീ അവൻ അത്രയും ഇതിൽ തള്ളിയിട്ടോണ്ട് അവൻ ഇടിച്ച് നമ്മളത് നോക്കുന്നില്ലല്ലോ പവർ ആയിട്ടാണോ അല്ലാതാണ്. അവള് നോർമലി അങ്ങ് തള്ളിയതാ. അപ്പൊ എനിക്ക് ഭയങ്കര തലവേദന. പറഞ്ഞിട്ടോ തലവേദന, കുറച്ച് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ നിൽക്കുക. അപ്പൊ ജഡ്ജ്മെന്റ് നടക്കുക. ഞാൻ ഇങ്ങനെ ആലോചിക്കുക എന്തായിരിക്കും തലവേദന, കാരണം ഇങ്ങനെയാ വീണേ, പക്ഷെ ഫ്രണ്ടിലെ വേദന എന്തായിരിക്കും. കുറെ കഴിഞ്ഞപ്പോഴായാലും അതിലൊരു സീനുണ്ട്. അതായത് ഇവളിങ്ങനെ തല്ലാൻ വരുമ്പോ മറ്റേ കോടാലി പോലത്തെ ഒരു സാധനം എടുത്ത് ഞാൻ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തപ്പോ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പി വെള്ളമില്ല ചുമ്മാ കൈ വെച്ചിട്ട് അത് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്. അതേ പവറിൽ ആ വെയിറ്റ് ഉള്ള സാധനം പട്ടേന്ന് ഞാൻ 2 അടി അടിച്ച് അതിന്റെ വേദനയായിരുന്നു. അന്ന് ഫ്ലോറിൽ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇവനത് ബോധം വന്നത്. ഫ്ലോർ വരെ എന്താ ഞാൻ ഇവനെ ഇടിച്ച് താഴെയിട്ട് എന്റെ വേദന. ഞാൻ ആലോചിക്കുക അവര് എനിക്ക് സത്യം പറഞ്ഞ അന്നത്തെ ജഡ്ജ്മെന്റ് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കുക എങ്ങനെയായിരിക്കും അതെ ഇറങ്ങി കഴിഞ്ഞപ്പോ ഇവൻ ആദ്യം പറയുന്നത് തല ഇടിച്ചത് അതുകൊണ്ടാണ് ഇവൻ പറയുന്നേ. ഈ ജനലയുടെ ഉള്ളിൽ കൂടെ വീഴുന്നത് എങ്ങനെ? ബാക്കില് ബെഡ് ഇട്ടിട്ടുണ്ട്. അതും പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല. അപ്പൊ നമുക്ക് പ്രോപ്പർട്ടി ആ സമയത്തേ കിട്ടാറുള്ളൂ. ഇതുപോലെ വീഴുമ്പോഴൊക്കെ ഉള്ളതൊന്നും അവിടെ അപ്പോഴേ കിട്ടത്തുള്ളൂ. അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ 1-2 ദിവസം മുമ്പ് കിട്ടും. ഈ പ്രീതിപ്പെടാൻ ഏറ്റവും അധികം ടഫുള്ള ജഡ്ജ് ആരാ നിങ്ങളുടെ അഭിപ്രായത്തില്? ഒറ്റ വാക്ക്. പുള്ളി അങ്ങനെ ചെറിയ തമാശകൾക്കൊന്നും അങ്ങനെ ചിരിച്ച്. പുള്ളി എന്ന് പറയുന്നത് ഒരുപാട് അതെ ഒരു ലെജൻഡ് ആണ് ഇൻ ടേംസ് ഓഫ് സ്റ്റേജ് പെർഫോമൻസ്. ഒരുപാട് കോമഡികൾ കണ്ടിട്ടും ചെയ്തിട്ടും വന്നതാണ്. അപ്പൊ പുള്ളിക്ക് ചെറിയ തമാശ ഏത് വഴി വന്നു എന്നുള്ളത് കറക്റ്റ് ആൾക്ക് പെട്ടെന്ന് കിട്ടും. നമ്മളിപ്പോ ഇതുവഴിയാണ് പോണെങ്കിൽ പുള്ളിക്ക് ചിലപ്പോൾ മനസ്സിലാവും ഇതുവഴി ആയിരിക്കും പോകാനുള്ളതെന്നൊക്കെ. അതിങ്ങനെ പോകത്തുള്ള ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ ഈ ചിലതൊക്കെ കൊണ്ടില്ല നമുക്ക് പേടിയാ. ചേട്ടൻ അവിടെ ഉണ്ട്. നമ്മള് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ വിഷ്ണുവിന്റെ പറയും വിഷ്ണുട്ടാ ഇവിടെ പിഷാരടി ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെ പോയില്ല അന്ന് ചോദിക്കും. മഞ്ജു ചേച്ചി എങ്ങനെയാ? എല്ലാരും പാവല്ല ആളെ ഇഷ്ടപ്പെടുത്താൻ ഇംപ്രസ് ചെയ്യാൻ കുറച്ചുകൂടി പെട്ടെന്ന് എല്ലാം ആസ്വദിക്കുന്ന ആളാ. പെട്ടെന്ന് ചിരിയൊക്കെ വരും. ഈ ബിബിൻ ചേട്ടൻ നിങ്ങളുടെ അടുത്ത് ഒരു ഇംഗ്ലീഷ് വാക്കുകൾ പറയാറുണ്ടോ? എക്സ്ട്രാ ഓർഡിനറി. കഴിഞ്ഞ ഉടനെ എക്സ്ട്രാ ഓർഡിനറി പിന്നെ എക്സ്ട്രാ വേഗൻസ സൂപ്പ്. പുള്ളി സ്കിറ്റ് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ. കാരണം പുള്ളി ഇതുപോലത്തെ ഈ ഒരു ഇതിന്നാണല്ലോ വന്നേ. അപ്പൊ പുള്ളി ഭയങ്കരമായിട്ട് സ്കിറ്റ് ആസ്വദിക്കും തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിന്ന് അറിയാതെ എന്ത് സ്കിറ്റ് കണ്ടാലും പുള്ളിക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ അത് മൊത്തം എക്സ്പ്രസ് വെളിയിലോട്ട് കാണിക്കും. അത് എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഈ കോട്ടയം നസീർ എളുപ്പമാണോ? എളുപ്പമാണ് നമുക്ക്. നമ്മുടെ സ്കിറ്റിൽ കൂടുതലും പറയുന്നത് ഒച്ചയും ബഹളവും ഇല്ലാതെ ഒരു ക്ലീൻ സ്കിറ്റ്. അത് 2-3 സ്കിറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേടാ. ഈ അമല് പാട്ടിനെ സീരിയസ് ആക്കിയിട്ട് എടുക്കാത്തത് എന്താ? പാട്ട് ഞാൻ ഫസ്റ്റ് പാട്ടായിരുന്നു. അവൻ സീരിയസ് ആണ്. അവൻ ഞങ്ങള് സ്കിറ്റിന് കയറുന്ന സമയത്ത് എടാ ഫസ്റ്റത്തെ ഡയലോഗ് ഏതാന്ന് പറയുമ്പോൾ ഞാൻ ഈ പാട്ടൊന്നും പഠിച്ചു. എനിക്ക് ഇതുവരെ സ്കിറ്റിന് വലിയ ടെൻഷൻ അടിച്ചിട്ടില്ല. ഞാൻ പാട്ടിനെ ടെൻഷൻ അടിക്കാറ്. അവർ പാടാൻ ചോദിക്കുന്ന പാട്ട് ഫസ്റ്റ് പാടുന്ന പാട്ടിനെ ടെൻഷൻ അടിക്കാറ്. സീരിയസ്ലി 4 മിനിറ്റ് സ്കിറ്റ് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഈ 2 മിനിറ്റും ഇല്ല. ഒരു 4 വരി പാട്ടാണ് ഞാൻ ടെൻഷൻ അടിക്കുക. കാരണം അത് ഫസ്റ്റ് ആയതുകൊണ്ടേ നന്നാക്കി പാടണം എന്നുള്ള രീതിയിൽ പേടിയാ. ഒരു പാട്ട് പാടിയാകട്ടെ. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഏത് പാട്ട് പാടാൻ പഠിക്കാം? സോനിയും പാടില്ലേ? തൊണ്ടയിൽ കിച്ച് കിച്ചായിരിക്കും. എത്ര എണ്ണം പാടിയിട്ടുണ്ടോ ടെലികാസ്റ്റ് വരാത്തല്ലോ. ചിലതൊക്കെ ഞാൻ തന്നെ പറയും ഒരു വട്ടം ഇതിന്റെ പാട്ട് പാടുന്നതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞത് ഇവര് നിർബന്ധിച്ചിട്ടേ മറ്റേ തീരത്ത് ചായുന്ന അത് ഞങ്ങൾ 2 കൂടെ പാടിയിട്ടുണ്ടായിരുന്നു. എന്റെ വോയിസ് വേറൊരു ടൈപ്പ് ഓഫ് ഇതാ. അതായത് ക്ലീൻ വോയിസ് അല്ല, ഈ കരകര ഒരു സൗണ്ട്. അപ്പം ഈ പാട്ടില് എനിക്ക് പാട്ട് പാടാനുള്ള സൗണ്ട് കിട്ടത്തില്ലേ. ഒന്നെങ്കിൽ തീരത്ത് ചായ ഈ സൗണ്ട് മതി, തീരത്ത് ചായുന്ന 2 ഇതുണ്ട്. ഒന്ന് ക്ലൂന്ന് പോകുന്നുണ്ട്. അപ്പൊ ഇവനുമായിട്ട് പാടണമെങ്കിൽ മറ്റേ സൗണ്ടിൽ പാടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തമ്മിൽ പാടിയപ്പോ തീരത്ത് ചായ ഞാൻ ഇങ്ങനെ നിന്നത്. എനിക്ക് ഹൈ പോകണമെങ്കിൽ ഞാൻ കുറച്ച് ലോ ആവണം. കാരണം എന്റെ മെയിൽ വോയിസ് ആയതുകൊണ്ട് എനിക്ക് അത്ര ഹൈ പോകത്തില്ല. അപ്പൊ എന്റെ മെയിൽ അവള് പിടിച്ചപ്പോ അവള് പിന്നെയും ലോ ആയി. അപ്പൊ അത് അങ്ങനെ പോയി.
മഞ്ജു ചേച്ചി പക്ഷെ എന്റെ വോയിസ് പിടിച്ച് എന്നോട് പറഞ്ഞ്, നീ ഇങ്ങനെ വെച്ചേ. ഇത് കഴിഞ്ഞപ്പോ ഞാൻ മിണ്ടാതെ നിന്നപ്പോ പറഞ്ഞു, നീ ഒന്ന് തന്നെ പാടാൻ പറഞ്ഞു. അന്നേരം ഞാൻ തന്നെ പാടിയപ്പോ തീരത്ത് കണ്ടോടാ അവളുടെ വോയിസ്, ഇനി നിങ്ങൾ രണ്ടും കൂടെ പാടാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ഇവൻ പാടിയില്ലെന്നേ, തന്നെ പാടിയില്ല. അപ്പൊ എന്റെ തീരത്ത് അത് പൊക്കിയായിരുന്നു. മിമിക്രി ആയിരുന്നോ? ഞാനും മിമിക്രി മോണോറ്റൊന്നും ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്തായിരുന്നു സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കലാപ്രവർത്തനം? സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അതും എനിക്ക് മടുക്കത്തില്ല. അല്ല, സംസാരിക്കലും ഫുഡ് കഴിക്കലും മടുക്കത്തേ ഇല്ല. എത്രയും നേരം ഞാൻ സംസാരിച്ചോണ്ടിരുന്നോളൂ. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ മുഖത്ത് ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ വന്നു പോണതാ. അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോ എല്ലാവരും പറഞ്ഞു സ്റ്റാൻഡപ്പ് പോയി ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റാൻഡപ്പ് ചെയ്യാൻ എനിക്ക് പേടിയോ. അങ്ങനെ സ്കിറ്റിലേക്ക് വന്ന് കയറിയതാ. പാടിക്കും. ഞാനിങ്ങനെ ஏன் கலித்தொகை மொழியில் பாடுகிறாய். ഒന്നുകൂടെ എന്തോ ഒരു ഓക്കേ 3 4. ஏன் கலித்தொகை மொழியில் பாடுகிறாய், ஏன் கலித்தொகை மொழியில் பாடுகிறாய், ஏன் ഇതാ അവിടെയും പറ്റുന്നേ, ഈ പേടി അവിടെയും. ഏൻ കലിത്തൊകை மொழியில் பாடுகிறாய், ஏன் கலித்தொகை மொழியில் பாடுகிறாய், ஏன் குறுந்தகை தமிழை தேடுகிறாய், என் பாமர மொழியில் பாடாயோ. கண்கள் பார்த்தேன் கவியானே, இன்னும் பார்த்தால் எங்கே போவேன், உன்னாலே கம்பன் தாண்டுமே, உன்னிதழ் மேலே எழுதுவே. ஹேரத்தே ஆஷிகி लगामत पैरोज जमीन समीन लगामत है हैरते आशिकी, है हैरते आशिकी, ओ हैरते आशिकी. എനിക്ക് ഭയങ്കര പേടിയായി പാട്ട് പാടാൻ. എല്ലാ പാട്ടും പാടും, കാരണം തെറ്റിയാ പോയി. ഒരു എന്തെങ്കിലും ഒരു വെള്ളി വീണാലും അതും പോയി. പക്ഷെ ആക്ച്വലി പാട്ട് പാടുന്ന ആളുകൾക്ക് ഇത് ഇപ്പോഴും പറയണ കാര്യം, ഈ പാട്ട് പാടുന്ന ആളുകൾക്ക് മറ്റേ ഈ സ്റ്റേജ് നാടുകളെക്കാളും എളുപ്പമില്ല. കാരണം നമുക്കൊരു പാട്ട് പാടുന്ന ആൾക്കാർക്ക് 10 പാട്ട് പിടിച്ചു വെച്ചാൽ അത് തന്നെ പാടി നമുക്ക് നടക്കാം. പക്ഷെ സ്കിറ്റ് അങ്ങനെ പറ്റില്ലല്ലോ. അതാ ഞാൻ പെടുന്നത്, എനിക്ക് പാടില്ലല്ലോ. അല്ല, എന്നാലും ഇപ്പം മിക്കവരും ഇപ്പൊ എന്നെ കണ്ടാലും അവര് പറയുന്നത് പാട്ട് പാടുന്ന പയ്യനല്ലേ ഫസ്റ്റ് അവര് എന്നെ ഇത് ചോദിക്കുക. പാട് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഞാൻ പാട്ട് അവിടെ നിന്ന് പോയാലും പെട്ടെന്ന് അവര് പറയും നിനക്ക് അറിയാന്നുള്ള പാട്ട് പെട്ടെന്ന് എനിക്ക് പാടിക്കോ എന്ന് പറയും. എന്നാലും എനിക്കൊരു മടിയാ, കാരണം അത് ചിലപ്പോ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പിന്നെ അത് തന്നെ ഞാൻ മടിയാ. എത്ര പ്രാവശ്യം തെറ്റിയിട്ടുണ്ട്. ഈ അതുമല്ല, ഇത് ഈ 2-3 ഇടയ്ക്ക് സ്കിറ്റിൽ എന്റെ പാട്ട് ഇടയ്ക്കൊന്ന് തെറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അവിടെ തുടങ്ങും. ഇതിനു മുമ്പ് കുറെ പാട്ടുകൾ ഞാൻ തെറ്റാതെ പാടിയിട്ടുണ്ട്. ഇതൊന്നും ഷോർട്സ് വന്നിട്ടില്ല. തെറ്റിയതെല്ലാം ഷോർട്സ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ചിട്ട് പകുതി വഴി പോയതാണ് ഈ ക്രിഞ്ച് കാമുകനും കാമുകിയും സ്കിറ്റ്. അവിടെ നിന്ന് വന്നല്ലേ? അതെ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അതില് അത് സ്ക്രാച്ച് വന്നപ്പോഴാ വന്നത്. സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അതൊന്ന് സ്ക്രാച്ച് പിന്നാക്കൂ. അതിനൊരു ഡയലോഗ് ഉണ്ട് അതിനകത്ത്. അപ്പം അതിനകത്ത് ഒരു കിടിലൻ ഡയലോഗ് ഉണ്ട്. അതായത് ഞാനൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വരെ വാതിൽ തുറക്കുമ്പോൾ ഒരു സൈക്കിളും ഒരു വാഴയും. അപ്പൊ എന്ത് സൈക്കിൾ ഒരു വാഴയെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഡയലോഗ് പറയും. എനിക്കത് ഓർമ്മയുണ്ടോ? അല്ല, നീ ഇത് തൊട്ട് ഉറങ്ങിക്കോ. എന്താ ഇതൊരു വാഴയും ഒരു സൈക്കിൾ? വാതിൽ തുറന്നു കുട്ടൻ ആ വാതിലും തുറന്നു നോക്കി. എന്തിനാ? ഞാനും ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ശരിക്കും? ഇതെന്താ വാവേ ഒരു വാഴയും സൈക്കിളൊക്കെ? കുട്ട, സൈക്കിൾ ചലിക്കും, വാഴ കൊലയ്ക്കും, നീ ഇല്ലെങ്കിൽ എന്റെ ഹൃദയം നിലയ്ക്കും. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ടാ. ഞങ്ങൾ ആ സ്കിറ്റ് ചെയ്ത സമയത്തെ നമുക്ക് സജിൻ ചേട്ടനായിരുന്നു ആ സ്കിറ്റ് തന്നത്. സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് തരുന്ന സമയത്ത് നമ്മൾ
എഴുതാനിരിക്കുക. ഇരുന്നിട്ട് ഞങ്ങൾ ഓരോന്നും കേട്ടിട്ട് അല്ല എത്ര നേരം ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ടാ പിന്നെ എഴുതാൻ പോണം. കാരണം നമുക്കത് കേട്ടിട്ട് വയ്യ, പറഞ്ഞു നോക്കാനും വയ്യ, എഴുതാനും വയ്യാത്ത രീതിയിൽ ഇരിക്കുക ക്രിഞ്ചടിച്ചിട്ട്. അതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള അതിനെക്കാളും ഭയങ്കര ക്രിഞ്ചാ. ഞാൻ പറയില്ല ഇവളുടെ വാതിൽ തുറക്കാൻ, അത് അതിനെക്കാളും അത് തേനിന്റെ മധുരം കാണത്തില്ല. അതിനെക്കാളും മധുരമാണ് നിന്റെ ശബ്ദം, എന്റെ വാക്കുകൾക്ക് വന്ന്. അതൊരു വേറെ സാധനല്ലേ. എന്താ അവിടെ ഒരു കിലുക്കം, ഞാൻ ചിരിച്ചത്. നീ ജ്വല്ലറിയിലാണോ നിൽക്കുന്നത്? അല്ല, എന്താ കുട്ട അങ്ങനെ ചോദിച്ചേ? പവിഴ മുത്തുകൾ പൊഴിയുന്ന ശബ്ദം കേട്ട്. അയ്യോ, അത് ഞാൻ ചിരിച്ചതാ കുട്ട. ഞങ്ങളെ എനിക്ക് ഈ ചിരിയൊന്നും ഇങ്ങനെ വരത്തില്ല. ഞാൻ മറ്റേ മറ്റേ അട്ടഹസിച്ചുള്ള ചിരിയെ വരത്തുള്ളൂ. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചിരിച്ചപ്പോ അമ്മ കേട്ടിട്ട് ഇതേ മറ്റേ അത് വേറൊരു ചിരിയാണല്ലോ. അത് എന്തോ പോലെ. പക്ഷെ അത് ചെയ്യാനൊരു സുഖം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ടാസ്ക് ആയിട്ടുണ്ടായിരുന്ന രണ്ട് സൈഡിലുള്ള ഡാൻസ് ആയിരുന്നു. ഡാൻസ് ഉണ്ട്, നമുക്ക് പരസ്പരം കാണാൻ പറ്റത്തില്ല. നമ്മൾ കണ്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഇപ്പൊ ഒരു ഡയലോഗ് അവർ മറന്നു പോയാൽ പോലും നമുക്ക് മറക്കാൻ പോണു എന്നൊക്കെ ഉള്ളൊരു സാധനം കിട്ടും. ഒരാൾക്ക് നിന്നുപോയി എന്ന് വരെ നമുക്ക് അടുത്തുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം. മറ്റത് ഒന്നും അറിയാൻ പറ്റുന്നില്ല. നമ്മള് ഒരു കണക്കിൽ ഇങ്ങനെ ഡയലോഗ് അങ്ങനെ പറയുന്നു, അതിന്റെ ഇടയിൽ കൂടെ ഡാൻസും കൂടെ കാണാനും പറ്റത്തില്ല. അപ്പൊ പ്രാക്ടീസ് ചെയ്തതിൽ എങ്ങനെയൊക്കെയോ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരേപോലെ ഇരിക്കണം എന്നാ പറഞ്ഞത്. അങ്ങനെ അതിൽ കുറച്ച് ടാസ്ക് ആയിട്ടുണ്ടായിരുന്നു, അത് മാത്രം ആ ഡാൻസ്. ബാക്കിയെല്ലാം നമുക്ക് കുഴപ്പമില്ല, ആസ്വദിച്ചങ്ങ് ചെയ്തു. ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഹെഡ്സെറ്റ് അതില് 2 ഹെഡ്സെറ്റ് വെക്കണം, മറ്റേ എയർപോർട്ട് പോലത്തെ സംഭവം. അപ്പം ഇവക്ക് ബ്ലൂടൂത്തിന്റെ എന്തോ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അതിന്റെ ഒരു ഡമ്മി തന്നത്. പിന്നെ അതായത് ഒറിജിനൽ എയർപോർട്ട് എന്തെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല, ആ എയർപോർട്ടിന്റെ തെർമോകോൾ ചെയ്തതാ. ഇരിക്കുന്നില്ല. എന്റേതാ ഇരുന്നിട്ട് നന്നായിട്ട് ഇരുന്ന്. പിന്നെ എനിക്ക് ഇവൻ പറയുന്നത് കേൾക്കാൻ മേല. ഒന്നാമത് നമ്മൾ ആ വോയിസിന്റെ നീ അങ്ങനെ പറയാ, അതല്ല പതുക്കെ സംസാരിക്കുന്നില്ല, അപ്പൊ കേൾക്കാൻ പാടാ. ഒട്ടും കേൾക്കൂല നമുക്ക്. ഞാൻ ഇത് വെച്ചിട്ട് എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഒരെണ്ണം ഊരിയിട്ടിട്ട് ഇത് കേൾക്കും, ഇവിടെ പറയുമ്പോൾ ഇത് ഊരിയിട്ട് ഇവിടെ കേൾക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ കൂടുള്ള ബാക്കിയുള്ള ടീമുകളുടെ മത്സരാർത്ഥികളില്ലേ, മറ്റേ വെടിവെച്ചാങ്കോ വിലാസിനടുത്ത ആൾക്കാരുണ്ട്, ഡേവിൻ കെവിൻ, അങ്ങനെ കുറേ പേരുണ്ടല്ലോ. ഇതിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് എപ്പോഴും എല്ലാ സ്കിറ്റും പോയി പറയുകയും എല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെയാ? നമ്മളൊന്നുമില്ല. ഇവിടെ നിൽക്കുമ്പോ ഇവര് നിന്നാ അവരെ പോയി, അവിടെ നിന്ന് അവിടെ, അങ്ങനെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ. ദൃശ്യ ജോലിസിന്റെ ടീമൊക്കെ എങ്ങനെയാ? പിന്നെ അടിപൊളി. ഞാൻ കണ്ടിരുന്നു. ഈ കാർത്തിക് സൂര്യ ഉണ്ടല്ലോ, ഇപ്പൊ ആള് ഓരോ സ്കിറ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആളുടെ ഇന്ററാക്ഷൻ, ആളെ നിങ്ങൾ യൂട്യൂബിൽ ഉള്ളപ്പോ ഫോളോ ചെയ്യായിരുന്നോ? ആള് യൂട്യൂബർ ആയിരുന്ന സമയത്ത് ഫോളോ ചെയ്ത് അങ്ങനെ വീഡിയോസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇല്ലായിരുന്നു. ഇപ്പൊ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. ഇതെങ്ങാനും കാർത്തികേട്ടൻ കാണുന്നെങ്കിൽ അടുത്ത ഷെഡ്യൂൾ വരുമ്പോ ഇത് തരും. കാർത്തികേട്ടനൊക്കെ ഭയങ്കര പാവാ. നമ്മള് കയറി ചെല്ലുന്ന സമയത്തെ ചിലപ്പോ ഞാൻ ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്, എന്താടാ മക്കളെ ടെൻഷൻ അടിക്കല്ലേ, ധൈര്യമായിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു അവിടുന്ന് ഒരു ഇത് കയറ്റി തരും. അതായത് നമ്മൾ ആ ടണൽ കഴിഞ്ഞിട്ടല്ലേ കയറി വരുന്നത്, ആ സമയത്ത് നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷണൽ ടോക്ക് എന്തായാലും ഉണ്ടാവും. ഭയങ്കര എനർജി. നമ്പർ ഉണ്ടോ എന്റെയോ? കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് അയച്ച വിഷസ് ഇപ്പോഴും കിടപ്പുണ്ട് സീൻ ചെയ്യാതെ. അത് വേറൊരു ഫണ്ണ. ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടിരിക്കും. അപ്പൊ ഞാൻ എന്റെ ഒരു ഇതിൽ ഞങ്ങൾ രണ്ടും കൂടെ എടുത്ത ഫോട്ടോ ഞാൻ സ്റ്റോറി ഒക്കെ ഇട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ ചേട്ടാന്ന് പറഞ്ഞിട്ട് മെൻഷനും ചെയ്ത്. അപ്പൊ ഇത് കണ്ടിട്ട് എന്റെ ഫാൻസ് എനിക്ക് ഇത് അയച്ചേക്കുന്നു, സോന എന്റെയും കൂടെ വിഷസ് ഒന്ന് കാർത്തിക് ചേട്ടനോട് പറയുമോ? ഞാൻ പറഞ്ഞാ പറയാം, എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ, ഞാൻ അയച്ച ബർത്ത്ഡേ വിഷസ് കണ്ടിട്ടില്ല. ഇത് കേക്കണം മിസ്റ്റർ, ഇതൊക്കെ വിഷമാണ് എനിക്ക്. ഈ സിനിമ സ്വപ്നങ്ങൾ, അങ്ങനെ സിനിമ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ? സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നന്നായിട്ടുണ്ട്. അത് അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്, അത് മാത്രമേ നടക്കുന്നുള്ളൂ. വിളികൾ വരുന്നുണ്ടോ? വിളിയൊന്നും വന്നു തുടങ്ങിയില്ല. എനിക്ക് 1-2 വിളി ഇങ്ങനെ വന്നിരുന്നു. വിളി മാത്രമേ വരുന്നുള്ളൂ, ഒന്നും നടക്കുന്നില്ല. അതാ ബാക്കി എന്തെങ്കിലുമൊക്കെ നടന്നാലും ഇപ്പൊ ഷൂട്ട് നടന്നാൽ പോലും നമുക്കത് ചിലപ്പോ വരണമെന്നുള്ളതില്ല. അതുകൊണ്ട് എനിക്ക് പേടിയാ. എന്നാലും വിളി വരുന്നുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. എന്നാലും വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുള്ളൂ, എങ്ങും പോണില്ല. സിനിമയിൽ അഭിനയിക്കാൻ തന്നെയാണോ ഏറ്റവും ആഗ്രഹം?
അഭിനയിക്കാനും എനിക്ക് അഭിനയിക്കാനും താല്പര്യമുണ്ട്. ഞാൻ എഡിറ്ററും കൂടെ. ഓ രാമനാഥൻ ഇതും വശമുണ്ടോ? ഓ അവിടെ എന്തും പോകും. എനിക്ക് എഡിറ്റിംഗ് ഭയങ്കര താല്പര്യമാണ്, ഡയറക്ഷൻ ഭയങ്കര താല്പര്യമാണ്. ചെറിയ ചെറിയ വെബ് സീരീസും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ട്, അഭിനയം, ഇതിലും ഒന്ന് തിന്നണം. എനിക്കിതൊക്കെ അത് മറ്റേ ശിവചേട്ടന്റെ അരുൺ ചേട്ടന്റെ സ്കിറ്റിന്റെ ഡയലോഗാണ്. നമ്മൾ ഇതേപോലെ 2 കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്നത് എന്നാ പറഞ്ഞാലും ആ ഡയലോഗ് അടിക്കും, ഏതെങ്കിലും ഒന്ന് തിന്നണം. ഇത് ഇത്ര എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസാ, ഭയങ്കര ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള. ഇതിൽ ഏതാണെങ്കിലും ഇത് ഒരുമിച്ചാണെങ്കിലും ഓക്കെ. വലിയ സന്തോഷമാണ് നിങ്ങളെ ഒരുമിച്ച് കാണാനും നിങ്ങളുടെ കൗണ്ടർ കേൾക്കാനും. അതിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വെച്ചാൽ ഓരോ സ്കിറ്റിലും നിങ്ങൾ പറഞ്ഞു അറിയാതെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കിടക്കും. നിങ്ങൾ രണ്ടുപേരും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കുടുംബങ്ങളിലേക്ക് കിടക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ അച്ഛൻ അതായിരിക്കും, അമ്മ ഇതായിരിക്കും. ആ ഒരച്ഛനും അമ്മയൊക്കെ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ അതിന് അത് ചില സമയത്ത് ചില സ്കിറ്റിനകത്ത് ചിലപ്പോ എന്റെ അച്ഛന്റെ പേര് മോഹൻ എന്നാ, മോഹൻ എന്നായിരിക്കും സ്കിറ്റിലെ ക്യാരക്ടർ. നമ്മൾ പറയുമ്പോ എന്റെ അച്ഛൻ മോഹൻ എന്ന് പറയും. അപ്പൊ വിഷ്ണു ചേട്ടൻ ഒരു ഇത് കയറും, സോനയുടെ അച്ഛൻ ആണ്ടടാ കിടക്കുന്ന നിന്റെ അച്ഛൻ എന്താ പെൻസിൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സാധനമില്ലേ, അത് പേരിടുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് വിഷ്ണു ചേട്ടൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് തരാൻ വേണ്ടിട്ട്. അച്ഛൻ പിന്നിൽ റബ്ബർ കൊടുക്കുന്നു, അച്ഛന് പുറകെ റബ്ബർ ഉണ്ടല്ലോ, പെൻസിലോ അയ്യോ അതല്ല അങ്ങനെ പറഞ്ഞു. സിനിമയിൽ നിന്നുള്ള വിളികൾ എന്തായാലും സിനിമ റോളുകളായിട്ട് ഉടനെ കൺവേർട്ട് ആവട്ടെ. ഒരുപാട് മറ്റേ ബമ്പറും ഗോൾഡനും ഒക്കെ അടിക്കാൻ പറ്റട്ടെ. പിന്നെ എന്തോ ഹാസ്യചക്ര അങ്ങനെ എല്ലാ റിയാലിറ്റി ഷോയിൽ നേടാൻ പറ്റാവുന്നതൊക്കെ ഇനി നേടാൻ പറ്റട്ടെ. എന്തെങ്കിലും ഉർവശി ചേച്ചി സ്പോട്ട് ചെയ്തിട്ട് നീ ഗംഭീരാണ് മോളെ അടിപൊളിയാണെന്ന് പറയട്ടെ നേരിട്ടിട്ട്. അപ്പോൾ രണ്ടുപേരുടെയും ഭാവിക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു.